എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പം മച്ചാന്മാരെ, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇന്ന് നമ്മള് ഒരു വില്ലേജിന്റെ പണി തുടങ്ങുകയാണ്. എന്ത് വില്ലേജാണ്? മറ്റേത് M4 വില്ലേജ് പേര് കിട്ടും അല്ലേ? അപ്പൊ M4 വില്ലേജ് കുറച്ച് നേരത്തേക്ക് ടെമ്പററി വില്ലേജ് ആണ്. അപ്പൊ ടെമ്പററി വില്ലേജ് എന്ന് പറയുമ്പോൾ ഈ വില്ലേജിൽ കുറച്ച് സാധനങ്ങളൊക്കെ വരാനുണ്ട്. അതായത് പ്രവീൺ മച്ചാനെ അതൊക്കെ അങ്ങോട്ട് പറഞ്ഞാലാ? പക്ഷെ എനിക്ക് അതിന് വേണ്ടിയിട്ട് നീ ഒന്ന് ആകാശ കാഴ്ച ഒരുക്കി തരേണ്ടി വരും. ഓക്കെ അല്ലേ? ആ ഡ്രോൺ ഒന്ന് നോക്കിയേ, കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പം മച്ചാന്മാരെ, ഇനി നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗിലേക്ക് പോവാട്ടെ. പ്രവീൺ മച്ചാനെ നമ്മുടെ മാപ്പ് വരയ്ക്കാറുമ്പോ പറയണോട്ടാ. റെഡിയാണ്? ഓക്കെ. അപ്പൊ സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നൊരു വില്ലേജ് ആണ്. വില്ലേജിൽ എന്തൊക്കെ വേണം? കുളം എന്തായാലും വേണം. കുളം ഉണ്ടെങ്കിൽ അവസാനം നമുക്ക് കുളമാക്കാൻ പറ്റുള്ളൂ. ഹോട്ടലിലേക്ക് ചായക്കട, പിന്നെ വേറെ എന്തിട്ട് വേണ്ടേ? അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മൾ എല്ലാം കൊണ്ടുവരും. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു കുളമാണ്. നമുക്ക് നീന്തി തുടിക്കാനായിട്ടുള്ള കുളം. വലിയ കുളം നമുക്ക് ഇവിടെ വെക്കാം അല്ലേ? പ്രവീൺ മച്ചാനെ കുളം എന്ന് വെച്ചേ വന്നാ. അപ്പൊ ഈ കുളത്തിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നമ്മളുടെ മൊത്തം വില്ലേജ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് വീട് വേണം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു മുളവീടാ. ഓക്കെ, എന്നാ ഇവിടെ ഒരു മുളവീട് വെച്ചേ. ഓക്കെ, അപ്പൊ ഇവിടെ മുളവീട് വന്നു. ഇനിയിപ്പോ അടുത്ത് ഇപ്പുറത്ത് നമുക്ക് ഇവിടെ ഏറുമാടം വേണോ? എന്നാ ബാക്കിൽ നമുക്കൊരു ഏറുമാടം വെക്കാം. അത് കഴിഞ്ഞ് ആദ്യം നമുക്ക് വീട് പണി തീർക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡില് നമുക്ക് മൺവീട് വെക്കാം. മൺവീട് വെച്ചിട്ട് മൺവീട് ചായക്കട വെക്കാം. ഓക്കെ, മൺവീട് ചായക്കട. അതിനുശേഷം നമുക്ക് കിരണ നിർത്താം, പണിക്കാരനായിട്ട് നിർത്താം, അവനെല്ലാം ഉണ്ടാക്കി തന്നോളും. അതിനുശേഷം നമ്മൾ ഒരു ടയർ വീട് വെക്കും. ടയർ കൊണ്ടൊരു വീട്, അത് ബാക്കിൽ വെക്കാം. അപ്പോൾ ഇത്ര സംഭവങ്ങളാണ് നമ്മൾ ബേസിക്കലി ചെയ്യാനായിട്ട് പോകുന്നത്. പ്രണയം അച്ചളഞ്ഞേ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ആദ്യം തന്നെ കുളം കുത്തി പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പൊ കുളം കുത്താനുള്ള പരിപാടി നോക്കാം. അപ്പൊ ആദ്യത്തെ പരിപാടി നമ്മുടെ കുളം കുത്താനായിട്ടുള്ള വട്ടം നമ്മൾ വരച്ചെടുക്കാനായിട്ട് പോവാണ്. അത് ചോക്കൂട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ കുളം കുത്തി എടുക്കാനായിട്ട് പോകുന്നത്. മോനെ ചോക്കൂട്ടിട്ടോടാ. അവന്റെ വാല് പിടിച്ചിട്ട് ഇവിടെ ഇല്ല. അവന്റെ വാല് പിടിച്ച് പൊട്ടിയിട്ട് വെക്കോ. കോലിന്റെ കൂടെ പോട്ടെ. അപ്പോൾ നമ്മൾ വലിയ വട്ടം ചോക്കുടി ഉണ്ടാക്കി പോയിടാ. പൊടിയിട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ വട്ടം കറങ്ങി എത്താറായിട്ടാ. പോട്ടെ. വട്ടം കറക്റ്റായാ? ഓക്കെ, അടിപൊളി. അപ്പൊ നമുക്ക് കുളം കുത്താനുള്ള വട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പൊ മച്ചാന്മാരെ, ഇവിടെ ഇനി നമ്മള് കുളം കുത്താനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പൊ മച്ചാന്മാരെ, ഇനി പണി തുടങ്ങിയാലോ? ബാ മോനെ, ഒരു ഇല്ലത്തുനിന്ന് കുഴിച്ചു തുടങ്ങാം. അപ്പൊ നമ്മള് പുതിയ പിക്കാസ് ഇതിനു വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ കുത്തി തുടങ്ങുകയാണേ. സിമ്പിളായിട്ട് കുത്തണ്ടല്ല അമ്മേ. അമ്മേ, അമ്മേ. ഈ മണ്ണ് നമ്മ ചട്ടിയിൽ വരും, പുറത്തേക്ക് ഇടും. ചട്ടി എടുത്തിട്ടില്ലേ? എടാ പ്രവി, ചട്ടി എടുത്തിട്ടില്ലേ? കൊത്തി മാത്രമേ ഉള്ളൂ. എടാ ചട്ടിയില്ലേ ശരിക്ക്? അപ്പൊ ഇതെങ്ങനെ മണ്ണ് വാരിക്കളയും? എടാ ഇന്ന് രാത്രിയിൽ കൈ കൊണ്ട് വരെ തീരില്ല. ചട്ടി എവിടെ? ഞാൻ ചട്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായാണല്ലോ. എടാ ചട്ടി എവിടെടാ? എടച്ച ശരിയാ, ചട്ടിയിലല്ലേ? അപ്പോ സംഭവം നമ്മളിത് കൊത്തിയിട്ടാലേ മണ്ണ് വാരി കളയണ ചട്ടി വേണം. നമ്മുടെ കയ്യിൽ ചട്ടി എടുത്തിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മള് ഇച്ചിരി എളുപ്പപ്പണി നോക്കാം. നമുക്കൊരു ഹിറ്റാച്ചി വിളിക്കാം. ഹിറ്റാച്ചി വിളിച്ചിട്ട് ഹിറ്റാച്ചിയുടെ കയ്യിൽ നമ്മൾ കോരിയിട്ടിട്ട് നമ്മൾ ഈ മണ്ണ് മാറ്റും. അങ്ങനെ നമ്മളിവിടെ കുളം കുഴിക്കാനായിട്ട് പോവാണ്. ഹലോ, നന്ദനത്തിലത്തെ അല്ലേ മറ്റേ JCB ഹിറ്റാച്ചി? ചേട്ടാ, ഞങ്ങൾ ഇവിടെ ഒരു കുളം കുത്താൻ വന്നേ. ചട്ടി എടുക്കാൻ മറന്നുപോയി. അവിടെ ഹിറ്റാച്ചി ഉണ്ടാവോ? ഉണ്ടല്ലേ? ഒന്ന് വിടാവോ? ഒരു ചെറിയ കുളം കുത്താനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹിറ്റാച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഹിറ്റാച്ചി വന്നിട്ട് നമുക്ക് ബാക്കി കുളം കുത്താം. ഹിറ്റാച്ചി പറഞ്ഞിട്ടാ, ഓരോരോ മടിപ്പണിക്ക് ഓരോരോ കാരണങ്ങൾ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ പണിയെടുക്കാനുള്ള ആള് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളായിരിക്കില്ല പണിയെടുക്കുന്നത്. ഇനിയുള്ള ബാക്കി പണികളൊക്കെ എടുക്കാൻ പോകുന്നത് ഇതിന്റെ മുകളിലിരിക്കണ മുതലായിരിക്കുമല്ലോ. നമ്മ പണ്ടേ മടിയന്മാരാണല്ലോ. നമ്മൾ പറഞ്ഞ യന്ത്ര കൈകൾ ദാണ് മോനി, ദാണ്. ഇത് ഇറക്കണത് കാണാൻ നല്ല പ്രത്യേക രസമായിട്ടാ. എന്ത് രസമായിട്ടത് ഇറക്കണേ നോക്കിയേ. ഇങ്ങനെ കൊണ്ടുവന്ന് ഫ്രണ്ട് കുത്തി തിരിച്ച് കറക്കി സംഭവമില്ലേ. ഇത് ഓടിച്ചിട്ടുണ്ടോ ശരിക്കും നമ്മുടെ ഈ ഞണ്ടൊക്കെ പോകൂലേ, എനിക്ക് അതുപോലെ തോന്നാതെട്ടാ. ശരിക്കും അങ്ങനെ ജഡ് പോലെ തന്നെ. ദാ മോനെ, നമ്മൾ പറഞ്ഞ ഇരുമ്പ് കൈകൾ വന്നിട്ടുണ്ട്.
ഇനി നമ്മൾ പണിയെടുക്കേണ്ട ആവശ്യമില്ല, എല്ലാ പണിയും ചെയ്തോളൂ. വാ ചേട്ടാ. എന്തോ പണിയെടുക്കുന്നത് ഇപ്പോൾ ഒരു ബോറിങ് പരിപാടി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ പണിയെടുക്കാതെ JCB നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. അതാണല്ലോ ടെക്നോളജി. അപ്പം എന്തായാലും നമുക്ക് പകരം ഇന്ന് പണിയെടുക്കാൻ പോകുന്നത് നമ്മുടെ കിറ്റാച്ചിയാണ്. കിറ്റാച്ചി വരുന്നു, നമ്മുടെ കുളം കുത്തി തരുന്നു, പിന്നെ ബാക്കി നമ്മൾ തന്നെ ചെയ്യണം. ഷീറ്റിടലും പരിപാടിയും കുളത്തിൻ്റെ ബാക്കി പണികളൊക്കെ. അപ്പം എന്തായാലും വന്ന് ഇതൊന്ന് റൗണ്ടാക്കി തരട്ടെ നമ്മുടെ കിറ്റാച്ചി. ചേട്ടാ നമുക്കിതേ ഈ കാലിൻ്റെ ഇത്രയോളം ഹൈറ്റ് വേണ്ടേ? നല്ലോണം കുഴിച്ച് നല്ല വൃത്തിയിൽ നല്ല വട്ടത്തിൽ. ഞങ്ങൾക്ക് പണിയെടുക്കാനുള്ള കഴിവില്ലേ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അണ്ണനെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അണ്ണൻ ഇനി മൊത്തം കുഴിച്ച് സൂപ്പർ ആക്കി തരും. അതുവരെ നമുക്ക് റെസ്റ്റിംഗ് ടൈം. പ്രവീൺ റെസ്റ്റ്. കണ്ട ഇനി പടപടയെന്ന് നമ്മളൊരു ചട്ടി എടുക്കാൻ പറഞ്ഞ കാരണം എന്തൊരു പണി നമുക്ക് ലാഭമായി. നോക്കിയേ, ചട്ടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മ തന്നെ കുഴിച്ച് ഈ മണ്ണൊക്കെ നമ്മ തന്നെ മാറ്റേണ്ടി വന്നേനെ. ഇപ്പൊ ചട്ടി ഇല്ലാത്ത കാരണം മണ്ണ് മൊത്തം നമ്മളുടെ ഹിറ്റാച്ചി മാറ്റിക്കോളൂ കേട്ടാ. പണി നടക്കട്ടെ, നമ്മളൊരു ശല്യമാവണ്ട, പണിയൊക്കെ അവൻ ചെയ്തോളൂ. അപ്പൊ മച്ചാമാരെ നമ്മള് കുളത്തിന്റെ ഹൈറ്റ് ഏകദേശം ഈ ഒരു ഹൈറ്റിലാണ് നമ്മൾ കുളം സെറ്റ് ചെയ്യുന്നത്. ഇനി അതിന്റെ മുകളിലേക്കൊക്കെ നമ്മൾ വരും. അപ്പോൾ ഈ അളവിൽ മൊത്തത്തിൽ നമ്മൾ മണ്ണ് മാറ്റി വട്ടാക്കി എടുക്കും. അങ്ങനെ നമ്മുടെ അണ്ണന് നല്ലോണം പണി അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുളമൊക്കെ നല്ല എഡ്ജൊക്കെ സൂപ്പർ ആക്കി. നോക്കിയേ, ഇതൊക്കെ ഇനി ചെത്തി ഇവിടെയൊക്കെ കണ്ട നല്ല വട്ടത്തിൽ തന്നെ ചെത്തി എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി പണികൾ കുറവാണ്. അപ്പോൾ അതേ കറക്റ്റ് ഷെയ്പ്പാക്കി എടുത്ത് ഒരുവിധം നമ്മുടെ കുളം ഒരു 10 മിനിറ്റിനുള്ളിൽ കുളം കുത്തൽ കഴിയും. ആ ഒരു ചട്ടി എടുക്കാൻ പറഞ്ഞ കാരണം എന്തോരം ലാഭം നമുക്ക് ഉണ്ടായെന്ന് അറിയോ പ്രവീൺ മച്ചാനെ? അപ്പൊ എന്തായാലും എന്ത് ചെയ്യും, നമ്മുടെ ചട്ടി എടുക്കാൻ പറഞ്ഞ കാരണം കുളമ്പടിയൊക്കെ പെട്ടെന്ന് കഴിയും. അപ്പൊ ഈ കുളത്തിൽ നമ്മൾ ഇനി ഷീറ്റ് ഇടും. അപ്പൊ ഷീറ്റ് ഇട്ട് നമ്മൾ വെള്ളം നിറയ്ക്കും. ആ അറ്റത്ത് നമുക്ക് ഒരു തിണ്ടൊക്കെ വെക്കണം. അതിനുവേണ്ടി നമ്മൾ കട്ടയൊക്കെ ഇറക്കാറുണ്ട് ഇനി. അപ്പൊ ഈ കുളം കുത്തി കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് വെക്കണം കുളത്തിന്റെ ഉള്ളില്? കുളത്തിനുള്ളിൽ നമുക്ക് മീനെ സെറ്റ് ചെയ്യാം. ബ്രാല് പിന്നെ പിന്നെന്തിടണ്ടേ? പിന്നെ മറ്റേ നീന്തി കളിക്കണ മറ്റേ റബ്ബറിന്റെ സാധനമില്ലേ, ട്യൂബ് ഇടാ. പിന്നെ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നോക്ക്? ചെറിയ ബോള്. പിന്നെ രാത്രി ആവുമ്പോ ലൈറ്റ് ഇടാല. രാത്രി ലൈറ്റ് ഇടാം. പ്രവീൺ മച്ചാന്റെ നമുക്ക് ഐഡിയ ഒക്കെ കിട്ടണം കേട്ടാ. അപ്പൊ ലൈറ്റ് വന്നു, മീൻ വരും, ഇനി ചെറിയ ബോള്, പിന്നെ ട്യൂബ്, പിന്നെ വേണമെങ്കിൽ ആമ്പിൽ വെക്കണ ഒരു ആമ്പിൽ വെക്കാം. ആമ്പിൽ വെച്ച പക്ഷേ വെള്ളം കലങ്ങും. വെള്ളം കലക്കണ്ട നമുക്ക്. അപ്പൊ ആമ്പിൽ വെക്കണ അവസാനം അല്ലെ വില്ലേജിലെ പണിയൊക്കെ കഴിയുമ്പോ. അപ്പൊ എന്തായാലും ഇവിടെ അടിപൊളിയായിട്ട് നമ്മുടെ മണ്ണ് വാരല് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മച്ചന്മാരെ നോക്ക്, നമ്മളുടെ കുളത്തിനുള്ള കുഴി അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സൈഡിലൊക്കെ ഒന്ന് പരത്തി നിരത്തി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യന്ത്ര കൈകളുടെ ആവശ്യം നമുക്കില്ല. പിന്നെ നമ്മുടെ കൈ വെച്ചാണ് നമ്മൾ പണിയാൻ പോകുന്നത്. അപ്പൊ എന്തായാലും അവിടെ വൃത്തിയാക്കലൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വട്ടത്തിലുള്ള കുളം റെഡി ആയിട്ടുണ്ടേ. അങ്ങനെ കുഴികുത്തൽ പരിപാടി കഴിഞ്ഞ് നമ്മുടെ ഹിറ്റാച്ചി പോവാണ്. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ JCB ഹിറ്റാച്ചിയുടെ യന്ത്ര കൈകളുണ്ട്. നമുക്ക് വേണ്ട ആ ഒരു കുളത്തിന്റെ സ്ട്രക്ചർ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുഴി കുഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ കുളാക്കി മാറ്റണ്ടേ. അപ്പൊ അതിന് നമുക്ക് അരുവിൽ വെക്കാനായിട്ട് കുറച്ച് കല്ല് വേണം. ആ കല്ല് നമുക്ക് എടുത്തിട്ട് വരാം. ഇത് ടെമ്പററി കുളമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ടെമ്പററി ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അറ്റം വട്ടം ചുറ്റി വെക്കാനുള്ള കല്ല് നമുക്ക് സെറ്റ് ആക്കാട്ടാ. അങ്ങനെ നമുക്ക് കുളത്തിന് ചുറ്റും വെക്കാനുള്ള കട്ട കയറ്റിയ വണ്ടി വന്നിട്ടുണ്ട്. മോനെ വരട്ടെ നേരെ കുളത്തിന്റെ അടുത്തേക്ക് പോട്ടെ. അങ്ങനെ ഈ കാണുന്ന കട്ടയാണ് നമ്മുടെ കുളത്തിന്റെ ചുറ്റും നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കട്ട ഇറക്കാട്ട. കട്ട വെച്ചിട്ടാണ് നമ്മൾ മൊത്തം ഇതിന്റെ റൗണ്ട് ഷേപ്പാക്കി എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കട്ട വെക്കൽ തുടങ്ങുകയാണ്. നേരെ നമ്മുടെ കുളത്തിന്റെ വട്ടത്തിനനുസരിച്ച് കട്ട വെച്ച് പോവാണേ. കട്ട ചിലപ്പത്തൊക്കെ ആണ്ട് വന്നാൽ നമ്മൾ ഇനിയും കട്ട എടുക്കും. അങ്ങനെ ഇനി കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ റൗണ്ട് എത്താനായിട്ട് കല്ലിച്ച്. അങ്ങനെ അവസാനത്തെ കല്ലുകൾ എത്തിയിട്ടാ. ഇനി നമുക്ക് ഒരു കല്ലും ചെറിയൊരു പീസ് കൂടി മതിയാവേ. അങ്ങനെ നമ്മുടെ അവസാനത്തെ പീസുമായി നമ്മുടെ അജുമച്ച വരുന്നുണ്ട്. അതന്നെ കുഴപ്പമില്ല, നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ
മണ്ണിടാ. അപ്പം മച്ചാന്മാരെ ദേ നോക്ക്, നമ്മുടെ കുഴി കുത്തി വട്ടത്തിൽ കല്ല് വെച്ചു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെള്ളം തടഞ്ഞു നിർത്താനുള്ള ഷീറ്റ്, അതും നീല ഷീറ്റ് നമുക്ക് സെറ്റ് ആക്കണം. ആ നീല ഷീറ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം നിറച്ച് കുളം സൂപ്പറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നീല ഷീറ്റ് ഒപ്പിച്ചിട്ട് വന്നാലാ. അപ്പം ഇനി നമ്മുടെ ഷീറ്റ് വിരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അടിയിലത്തെ മണ്ണൊക്കെ ഒന്ന് ലെവലാക്കണം. അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോഴൊക്കെ കാല് കുത്തി അടിയിലുള്ള ചെറിയ ചെറിയ കല്ല് കാരണം ഷീറ്റ് കീറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉരുട്ടാനായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ടൂളാണിത്. അപ്പോൾ ഇത് വെച്ച് നമ്മളിത് മൊത്തം ഒന്ന് ലെവലാക്കി എടുക്കണം. അപ്പോൾ സംഭവം എന്തേ വലിയ പണിയൊന്നുമില്ല കേട്ടോ. നേരെ നമ്മുടെ റോളർ വെച്ച് ഒന്ന് ഉരുട്ടി ഇവിടെ മൊത്തം നമ്മൾ ലെവലാക്കി എടുക്കാൻ പോവാണേ. ആ ഷാർപ്പായിട്ട് നിങ്ങളുടെ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അടിയിലേക്ക് പൊക്കോളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അങ്ങനത്തെ നമ്മുടെ റോളർ ഉരുട്ടി 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 ഇതേ സംഭവം ഇത്രയോ സ്ഥലം ഫിനിഷ് ആണ്. ഇനി ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ. ഇതുകൂടി കഴിഞ്ഞ് നമുക്ക് ഇനി ഷീറ്റ് ഇടാം കേട്ടോ. അങ്ങനെ അടി ലെവലാക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഷീറ്റ് ഇടാനുള്ള പരിപാടി നോക്കാം കേട്ടോ നമുക്ക്. അപ്പൊ മച്ചാന്മാരെ ഇനി നമ്മുടെ ഷീറ്റ് ഇടാനായിട്ട് പോവാണ്. അപ്പൊ വലിയ ടർപ്പായ നീല ടർപ്പായാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇനി നേരെ ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ നമ്മളുടെ കുളത്തില്. അങ്ങനെ നമ്മുടെ ഷീറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ഷീറ്റ് കൊണ്ടുപോയി വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഷീറ്റ് എടുത്ത് ഇനി കൊണ്ടുപോയിക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ മുകളിലേക്ക് കയറ്റാണ്. പിന്നെ വെള്ളം അടിച്ചതിന് ശേഷമായിരിക്കും എഡ്ജും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധനം ഇനി അതിൻ്റെ മുകളിലേക്ക് കയറ്റാൻ പോവാണ്. അങ്ങനത്തെ നമ്മുടെ ഷീറ്റൊക്കെ ഇട്ടത് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഷീറ്റ് ഇട്ട് റെഡിയാക്കി കഴിഞ്ഞ് ഇനി അടുത്ത് വന്നിട്ടാ വെള്ളം വേണ്ടേ, നമുക്ക് വെള്ളം വിളിക്കാട്ടാ. അങ്ങനെ നമ്മുടെ വെള്ളം വണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് കാറ്റത്ത് ഷീറ്റ് പറന്നു പോയേ. നമുക്ക് ഒന്ന് റെഡിയാക്കാം അപ്പോഴേക്ക്. അപ്പോൾ ഇനി നമ്മൾ വെള്ളം അടിക്കാൻ പോവാണേ. വെള്ളം അടിച്ച് കഴിഞ്ഞാൽ പിന്നെ സംഭവം കുളമായി മാറും. തുറന്നു. അങ്ങനത്തെ നമ്മുടെ വെള്ളം സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, എന്നാലേ നിറയെ വെള്ളമുള്ളൂ. ഒരു 5-6 ലോഡെങ്കിലും നമ്മൾ അടിക്കേണ്ടി വരും ഇതുപോലെ. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ വെള്ളം നിറയ്ക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഷേപ്പാക്കി നമുക്ക് എടുക്കണം. ഷീറ്റൊക്കെ ഇപ്പോൾ അലങ്കോലമായിട്ട് സൈഡ് കിടക്കുന്നതിന് നമുക്ക് നല്ല വൃത്തിയാക്കി ഇതിൻ്റെ എഡ്ജൊക്കെ സൂപ്പറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലേഡ് വെച്ചിട്ട് എക്സസ് നിൽക്കുന്ന ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഉള്ളിലേക്ക് മടക്കി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഷീറ്റിൽ നമുക്ക് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ വേണ്ടാത്ത പോർഷൻ ഇതിന് കട്ട് ചെയ്ത് മുറിച്ച് മാറ്റി മടക്കാനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മുടെ ഓരോ കല്ലുകളുടെ ഇടയിലേക്ക് നമ്മുടെ ഷീറ്റിനെ നമുക്കിനി മടക്കി വെച്ച് സെറ്റാക്കണം കേട്ടോ. അപ്പം മച്ചാന്മാരെ ഇനി നമുക്ക് നമ്മുടെ പൂളിലേക്കുള്ള ടോയ്സ് നോക്കണം. അപ്പോൾ നമ്മുടെ പൂളിലേക്കുള്ള ടോയ്സ് എടുക്കാനുള്ള കടയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൂളിലേക്ക് ഇടാനുള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് വന്നതാണ്. ഇത് നോക്കി, നമ്മുടെ പൊന്തി നമുക്ക് കിടക്കാനുള്ള സെറ്റപ്പ്, അതുപോലെ തന്നെ കുഞ്ഞി ബോള് പൊന്തി കിടന്നോളൂ അല്ലേ, അടിപൊളി സ്മൈലി ബോൾ. ഇരിക്കട്ടെ, എറിഞ്ഞ് കളിക്കാനായിട്ട് വോളിബോൾ കളിക്കാം. വെള്ളത്തിൽ മുങ്ങിപ്പോവാത്ത എല്ലാ സാധനങ്ങളും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുവേ. ഇങ്ങനെ ഇട്ടിടാനാടാ അപ്പൊ നമ്മള് അടിപൊളിയായിട്ട് കുറെ സാധനങ്ങൾ ഇടുന്നുണ്ട് ചേട്ടാ. അപ്പൊ കാണാം, സെൻട്രോ മാളിൽ വന്നാൽ നിങ്ങൾക്കും വാങ്ങിക്കും ഇതില്ല. വേണ്ട, ഞാൻ ഇതിനാണ് കൊണ്ടുപോകണം. ഇതിലാണ് എടുത്തില്ലേ അല്ലടാ. അങ്ങനെ നമുക്ക് പൂളിലേക്കുള്ള ടോയ്സ് മൊത്തം നമ്മൾ വാങ്ങി ഇനി പൂളിലേക്ക് പോവാണേ. അങ്ങനെ മച്ചാന്മാരെ നമ്മളുടെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയ കുളം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വില്ലേജിലത്തെ ആദ്യത്തെ പാർട്ടാണ് നമ്മളുടെ ഈ ഒരു കുളം. അപ്പൊ പ്രവീൺ മച്ചാനെ ഇനി നമുക്ക് കുളം ഉദ്ഘാടനം ചെയ്യണ്ടേ? ഓക്കെ, അപ്പൊ എന്തായാലും എടാ നീ ഉദ്ഘാടിച്ചാ എടാ ഇവനെ എടുത്ത് തോട്ടിക്കളഞ്ഞേടാ. ഇത് ഒഫീഷ്യൽ ഉദ്ഘാടനം ചെയ്യാൻ വിചാരിച്ചപ്പോഴേക്കും കാല് നനച്ചവൻ അതിൻ്റെ ഉള്ളില്. എന്തായാലും കുഴപ്പമില്ല, ഇനി നമ്മൾ ഉണ്ടാക്കി കുളം നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. അപ്പൊ മച്ചാന്മാരെ ഇനി നമ്മുടെ കുളത്തിലേക്കുള്ള ജമ്പിങ് ആണ്. ദേവന്മാര് ഞാൻ പറയുന്നത് കേൾക്കാണ്ട് ആദ്യം തന്നെ ഉദ്ഘാടനം കഴിച്ചിട്ടാ. പക്ഷെ അതെനിക്കൊരു പ്രശ്നമല്ല, ഞാൻ എന്റേതായ ഉദ്ഘാടനം വേറെ കഴിക്കും. പ്രേണേ ഉദ്ഘാടനം കഴിക്കട്ടെ? ഇപ്പൊ കഴിക്കൂട്ടാ. റെഡി?
ഓ കഴുകൊന്നും വേണ്ട. വായില് എല്ലായിടത്തും വെള്ളായിടാ. Come on, my boys! Jump! ഇങ്ങനെയല്ല കറങ്ങിയടിച്ച് ജമ്പ്. അയ്യന്റെ പുറം എന്നെന്തൊക്കെ ഒരു പ്രാണിണ്ട്. പൂച്ചാണ്ടി ഒന്നല്ല. നല്ല രസോടാ അതിന്റെ ഉള്ളിൽ പ്രവീണേ. നീ ഒന്നില്ലേ മൂട് സാധനം. നല്ല വൈബ് സെറ്റപ്പ് ഇട്ടാ. വാടാ ഞാൻ ക്യാമറക്ക് എടുത്തിട്ട് വന്നേ നേരം മൂടാണ്. വാവ് എടീന്റെ ഉള്ളിൽ നീന്തൽ മത്സരം വെച്ചാലാ. എന്റെ എവിടെ നീന്തോ വട്ട നീന്ത. മക്കളെ എങ്ങനെയുണ്ടാ? അടിപൊളി അടിപൊളി. ഈ ഒരു സമ്മർ റെഡിയോട് കൂടി വീഡിയോ അവസാനിക്കുന്നതാണ്. ഇവനെ കഴുത്തിനൊരു കുത്തു ഉള്ള ശ്വാസം മൊത്തം കൊടുത്തേ. പെലിക്കാട് ബൊബ്ബലു പ്രവിടെ വാടാ വെള്ളച്ചാറാ. Come on my boy, സൂപ്പറാടാ. നിനക്ക് കുളിക്കട്ടെ. കൊല്ലായിട്ട് ഒന്നും കുളിച്ചിട്ടില്ല. പോത്തിനെ കുളിപ്പിക്കാൻ ഇറക്കിയൊക്കെയാണ് കുഴിയില്. എല്ലാ പോത്തുകളും ഞാൻ കുളിപ്പിക്കും. അടുത്ത പോത്തിനെ കിട്ടിയിട്ടുണ്ട്. ഒരു സംഭവം വരുന്നത് നമ്മള് കൊറേ ടോയ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ എടുത്തിട്ട് വാ. പോയിട്ട് വാ. അങ്ങനെ നമുക്കുള്ള കളിപ്പാട്ടങ്ങളുമായി പ്രവീൺ മച്ചാൻ വന്നിട്ടുണ്ട്. ആദ്യത്തെ സാധനം അയ്യോ അതെ ബോള് ഓടിക്കട്ടെ. ഈ സാധനം തന്നെ ഇത് നിങ്ങളുടെ തന്നെ ഇത് എന്തിനോടാണെന്ന് അറിയാം. ഇത് നിന്റെ കഴുത്തിലിടാനുള്ള കൊക്ക് മനുഷ്യനാ. ഒരു കൊക്ക് പോണ്ട്. കൊക്ക് പറഞ്ഞുകൊണ്ട് അപ്പൊ അജുന് പൊന്തിക്കിടന്നോളൂ. നീ എന്തിട്ട് ഡോൾഫിറ്റ് ചെയ്യാൻ പോണേ? പൊള്ളിസാരം കിട്ടിയിട്ടുണ്ട്.
പറക്കുന്നുണ്ട്. അജുവിന് കൊക്കിനെ കിട്ടി. റൊണ്ട് കളിക്കാട്ടോ അതിന്റെ ഉള്ളില്. എല്ലാവരും പുറത്ത് കളഞ്ഞു. അടുത്ത സാധനം അടുത്ത സാധനം ആർക്കാണ് നല്ലോണം ബലൂൺ വീർപ്പിക്കാൻ അറിയണേ? എനിക്ക് ഒട്ടും അറിയില്ല. അന്നാ നീ വാ. അറിയാ പഠിച്ചേ. ആ ബോൾ വന്നുണ്ട്. ഇനി സുഖോടാ ഇത് മുടിച്ച് നീന്തി പോവാ. വലിയൊരു സാധനം കിട്ടിട്ടുണ്ടോ? വീർപ്പിക്കണതല്ലേ ഇതോടെ. ഞാനിത് പിടിക്കാണ് ഇത് മറ്റേ സാധനമാണ് കേട്ടാ. ഇതിനുള്ളിൽ പൊട്ട കാറ്റട്ടോ. പുറത്തുള്ളത് ഒരു മണം. ഇത് മറ്റേതാ പിടിച്ചിട്ട്. ഓ നീ യൂതനാണല്ലേ? മെന്നെ കിട്ട മണം മെന്നെ. പഞ്ചായത്തില്ല. ഇത് വീർപ്പിച്ചതിനോടുകൂടി രണ്ടെണ്ണം പയ്യത്താവും വെള്ളത്തിലെ മൂടാ. ഡബ്ബേ തുറപ്പാ പിടിച്ചോക്കെ. ഇങ്ങനല്ലേ പോടാ ഒരുത്തരം തോടിപ്പിക്കില്ല. എന്റെ ഒരു കൊല്ലത്തെ ശ്വാസം ഇതിന്റെ ഉള്ളിൽ ഞാൻ നിറച്ചോണ്ടിരിക്കണേ. ഒരാൾക്ക് തരൂല. അത് ഞാൻ നിറച്ചതേ. അതും എന്റെ ശ്വാസമാണ്. കൊറേ നേരം എന്നെ കളിയാക്കണത് വീർക്കില്ലെന്ന് പറഞ്ഞിട്ട്. ഞാന് ഇത്ര നേരം കിടക്കണത് ചോര നീരാണ് തരൂല. എനിക്ക് കുഴപ്പമില്ല പൊട്ടിയാലും. ഒരുത്തരം എടുത്തൂല എന്റെ ഉള്ളില്. എല്ലാരും കയറാ. ഞാൻ എന്ത് ചെയ്യുന്നറിയോ? എന്നെ പിടിക്കും. എന്നെ പിടിക്കും. എന്നിട്ട് നിങ്ങനെ എടുക്കും. കൊള്ളാടാ സാല കൊള്ളാം. അധികം തള്ളിക്കോ നല്ല രസം. പോയിട്ടില്ല. എല്ലാം പോയി. ഇങ്ങനെ പിടിച്ചിട്ട് എടാ എന്നാ പെപ്സി അടുത്തിട്ട് തരാട്ടാ. സ്പ്രൈറ്റ് ഇറക്കാൻ. എടാ സ്പ്രൈറ്റ് എടുക്കട്ടെ. സ്പ്രൈറ്റ് അവനല്ല സ്പ്രൈറ്റ്, അവന് വേറെ സാധനമാണ്. ഇത് എടുക്കേ? വരട്ടെ. ചേച്ചാക്കില്ല. ഓർമ്മടി ഉണ്ട്. എന്നാ പിടിച്ചോ. നാളെ ചേസ് അടിച്ചോ. തെന്നി മാറുന്നുണ്ടോ? അയ്യോ പതഞ്ഞു പോകും. എനിക്കൊരു പ്രത്യേക കഴിവുണ്ട്. നല്ലതാ.
ഹൈ ഹയ്യമ്മ ഹൈ. എന്താണ് കാണിക്കുന്നേ പ്രകൃതി വിരുദ്ധന്മാര്? അവനാണ് എടിവിൻ ചത്ത്. അങ്ങനെ മച്ചന്മാരെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കൊള്ളം സെറ്റപ്പ്, പിള്ളേരൊക്കെ ഹാപ്പി. ഇനി എല്ലാ ദിവസവും ഇവിടെ വന്ന് കുളിക്കാം നമുക്ക്. 3 നേരം. അതെ, രാവിലെ വൈകിട്ട് എല്ലാരും ഉണ്ട്. ഞാൻ വീർപ്പിച്ച ട്യൂബിൽ കിടക്കാൻ നാണുണ്ടാണോ നിനക്ക്? അപ്പൊ മച്ചാമാരെ എന്തായാലും നമ്മുടെ വില്ലേജ് ഉണ്ടാക്കുന്നതിന്റെ ആദ്യത്തെ പണിയായ നമുക്ക് വേണ്ട കുളം ഉണ്ടാക്കൽ പരിപാടി ഇതേ ഇവിടെ നമ്മൾ പരിപാടി തീർത്തേക്കാണ്. അത്യാവശ്യം അടിപൊളി കുളമാണ്. ആഴം മാത്രം നമ്മൾ അധികം കൂട്ടിയിട്ടില്ല, പക്ഷെ സംഭവം സെറ്റപ്പാണ്. അപ്പൊ എന്തായാലും അതന്നെ ആഴം നമ്മള് പ്രൊമോട്ട് ചെയ്യുന്നില്ല. തുടങ്ങിയില്ല തുമ്പല്. അപ്പൊ മച്ചാമാരെ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമായിക്കാണ്. അപ്പൊ ഇനി വരുന്ന അടുത്ത വീഡിയോയിൽ നമ്മുടെ വില്ലേജിന്റെ ബാക്കി പോർഷൻസ് ഒക്കെ നമ്മളിവിടെ പണിയുന്നതായിരിക്കും അല്ലേ? ഇന്ന് കളിച്ചാ നാളെ തുടങ്ങി പണിയാണ്, പട്ടിപ്പണി. അപ്പോൾ എന്തായാലും നമ്മുടെ വില്ലേജിന്റെ ബാക്കി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഡ് ഹൗസ് ആണ്. സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രവീൺ അതുപോലെ ടീം എം4 ടെക്കിനോടൊപ്പം ഇറ്റ്സ് മീ ജോസഫ് സൈനിങ് ഔട്ട്.